നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 25-ാമത്തെ അധ്യായം. അധ്യയനാദി ധർമ്മ നിരൂപണം. ഓരോ വർണ്ണത്തിൻ്റെയും ആചാരങ്ങളെക്കുറിച്ച് പറയാം. ഗർഭാധാനാദി സംസ്കാരങ്ങളെല്ലാം മന്ത്രപൂർവകമാണ് നിർവഹിക്കേണ്ടത്. സ്ത്രീകൾക്ക് മന്ത്ര സംവിധാനമില്ല. 4-ാമത്തെ മാസത്തിലാണ് സീമന്തകർമ്മം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ 6-ലോ 7-ലോ 8-ലോ ആകാം. പുത്രനുണ്ടായാൽ ഉടൻ പിതാവ് ഉടുവസ്ത്രത്തോടെ കുളിച്ച് ജാതകർമ്മവും സ്വസ്തിവചനത്തോടെ നന്ദീശ്രാദ്ധവും നടത്തണം. സ്വർണമോ വെള്ളിയോ കൊണ്ട് വൃദ്ധിശ്രാദ്ധം ചെയ്യണം. അന്നം കൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അയാൾ ചണ്ടാളന് തുല്യനായിരിക്കും. ഉയർച്ചയ്ക്കുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി വിധിപൂർവകം പേരിടണം. അസ്പഷ്ടമായതോ അർത്ഥമില്ലാത്തതോ ഗുരുവായ അക്ഷരങ്ങൾ കൂടുതൽ വരുന്നതോ ഉച്ചരിക്കാൻ വിഷമമുള്ളതോ ആയ പേരുകൾ ഇടരുത്. 3, 5, 6, 7, 8 എന്നീ വർഷങ്ങളിൽ ഏതിലെങ്കിലും മുടി മുറിക്കണം. വിധി വൈപരീത്യത്താൽ ഗർഭാധാനാദി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയാൽ പാദകൃച്ഛ്രം എന്ന കർമ്മവും, ചൗളമാണ് നടത്താൻ കഴിയാത്തത് എങ്കിൽ അർദ്ധകൃച്ഛ്രവും നടത്തണം. ഗർഭശിഷ്ടം 8-ാം വർഷമോ പിറന്നിട്ട് 8-ാം വർഷമോ ബ്രാഹ്മണന് ഉപനയനം നടത്തണം. 16 വയസ്സിന് മുമ്പ് നടത്തിയില്ലെങ്കിൽ അത് മോശമായിട്ടാണ് കണക്കാക്കുന്നത്. 11-ാമത്തെ വയസ്സിലാണ് ക്ഷത്രിയൻ്റെ ഉപനയനം. 22 വയസ്സുവരെ ആകാമെന്നും പക്ഷാന്തരമുണ്ട്. വൈശ്യന് 12-ാമത്തെ വയസ്സിലാണ് ഉപനയനം നടത്തേണ്ടത്. 24 വയസ്സുവരെ നീണ്ടുപോകാം. ദ്വിജന് ഇക്കാലത്തിനുള്ളിൽ ഉപനയനം നടത്താൻ സാധിച്ചില്ലെങ്കിൽ അയാൾ സാവിത്രി പതിതനാകും, അതായത് മന്ത്രം ചൊല്ലാൻ പാടില്ലാത്തവൻ. മറ്റു ബ്രാഹ്മണൻ അയാളോട് സംസാരിക്കരുത്. ഉപനയനത്തിൻ്റെ കാലം അതിക്രമിച്ചാൽ 12 വർഷം കൃച്ഛ്രമാചരിച്ച് പിന്നീട് ചാന്ദ്രായണവും 2 സാന്തവനവും കഴിഞ്ഞിട്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പതിതനായി ബ്രഹ്മഹത്യയുടെ ഫലം അനുഭവിക്കേണ്ടി വരും. മുഞ്ഞപ്പുല്ലുകൊണ്ട് വിപ്രനും വില്ലിൻ്റെ ഞാണുകൊണ്ട് ക്ഷത്രിയനും തോലുകൊണ്ട് വൈശ്യനും പൂണൂലുണ്ടാക്കണം. ഏണമാനിൻ്റെ തോല് ബ്രാഹ്മണനും രുരുമൃഗത്തിൻ്റെ തോല് ക്ഷത്രിയനും ആടിൻ്റെ തോല് വൈശ്യനും ധരിക്കണം. ബ്രാഹ്മണൻ പ്ലാച്ചിൻ്റെ ദണ്ഡും ക്ഷത്രിയൻ ഉദുംബരത്തിൻ്റെ ദണ്ഡും വൈശ്യൻ കൂവളത്തിൻ്റെ ദണ്ഡുമാണ് പിടിക്കേണ്ടത്. തലമുടി വരെ നീളമാണ് ബ്രാഹ്മണ ദണ്ഡിന്. നെറ്റി വരെ വേണം ക്ഷത്രിയന്. മൂക്കിൻ തുമ്പിൽ മുട്ടുന്ന രീതിയിലാണ് വൈശ്യന്. ബ്രാഹ്മണന് കാവ്യനിറവും ക്ഷത്രിയന് മാംജിഷ്ടവും വൈശ്യന് മഞ്ഞ നിറവുമാണ് വസ്ത്രത്തിന് വേണ്ടത്. ഉപനയനം കഴിഞ്ഞാൽ ഗുരുവിനെ ശുശ്രൂഷിച്ച് അവിടെ തന്നെ താമസിച്ചാണ് വേദങ്ങൾ പഠിക്കേണ്ടത്. രാവിലെ കുളിച്ച് ഗുരുവിന് വേണ്ട ദർഭയും വിറകുമെല്ലാം ശേഖരിച്ച് എല്ലാ ദിവസവും കൊടുക്കണം. വടി ഒടിയുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ മന്ത്രപൂർവകം പുതിയതുണ്ടാക്കി കേടായത് ജലത്തിൽ ഉപേക്ഷിക്കണം. ഭിക്ഷ കിട്ടുന്ന ഭക്ഷണം കൊണ്ടാണ് നിത്യവൃത്തി നടത്തേണ്ടത്. വേദം അഭ്യസിച്ചിട്ടുള്ള ബ്രാഹ്മണ ഗൃഹത്തിൽ നിന്ന് മാത്രമേ ഭിക്ഷ സ്വീകരിക്കാവൂ. ഭഗവതി ശബ്ദം ആദ്യം ബ്രാഹ്മണനും മധ്യത്തിൽ ക്ഷത്രിയനും അവസാനം വൈശ്യനും പറയണം. ഭഗവതി ഭിക്ഷാം ദേഹി, ഭിക്ഷാം ഭഗവതി ദേഹി, ഭിക്ഷാം ദേഹി ഭഗവതി. ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും കൃത്യമായി പൂജാകാര്യങ്ങൾ ചെയ്യണം. കൂടാതെ ബ്രഹ്മയജ്ഞവും തർപ്പണവും വേണം. അഗ്നികാര്യം ചെയ്തില്ലെങ്കിൽ പതിതനായിത്തീരും. ഗുരു ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് ദേവപൂജയ്ക്ക് സ്ഥാനം. ഭിക്ഷാന്നമാണ് എന്നും കഴിക്കേണ്ടത്. എന്നാൽ എല്ലാ ദിവസവും ഒരാളുടെ അടുത്ത് നിന്ന് പാടില്ല. ഭിക്ഷ വാങ്ങി കൊണ്ടുവന്ന് ഗുരുവിനെ കാണിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ മാത്രമേ ഭക്ഷിക്കാവൂ. ബാക്കിയായ ഭക്ഷണം കഴിക്കുകയോ പകൽ ഉറങ്ങുകയോ ചെയ്യരുത്. കൂടാതെ ചെരുപ്പ്, സുഗന്ധങ്ങൾ, മാല, അനുലേപനം എന്നിവയൊന്നും ഉപയോഗിക്കരുത്. വെള്ളത്തിൽ കളിക്കുകയോ നൃത്തഗീതാദികൾ ആസ്വദിക്കുകയോ അരുത്. അപവാദങ്ങൾ പറയുകയോ സഹതപിക്കുകയോ ആവശ്യമില്ലാതെ സംസാരിക്കുകയോ കണ്ണെഴുതുകയോ പാഷണ്ഡന്മാരുമായി സംസർഗം പുലർത്തുകയോ ശൂദ്രന്മാരുമായി ഇടപഴകുകയോ ചെയ്യരുത്. വൃദ്ധന്മാരെ അഭിവാദ്യം ചെയ്യണം. ജ്ഞാനവൃദ്ധൻ, തപോവൃദ്ധൻ, വയോവൃദ്ധൻ എന്ന 3 തരത്തിലാണ് വൃദ്ധന്മാർ. ആധ്യാത്മികാദി ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ഗുരുവാണ് ആദ്യം അഭിവാദനം ചെയ്യപ്പെടേണ്ടത്. ഈ ഞാൻ എന്ന് പറഞ്ഞാണ് അഭിവാദനം ചെയ്യേണ്ടത്. ക്ഷത്രിയാദികളായ ബ്രാഹ്മണർ ഒരിക്കലും അഭിവാദനം ചെയ്യരുത്. നാസ്തികൻ, ആചാരങ്ങളനുസരിക്കാത്തവൻ, കൃതജ്ഞൻ, പുരോഹിതൻ, കള്ളൻ, പാഷണ്ഡൻ, പതിതൻ, ജ്യോത്സ്യൻ, കൊലയാളി, ഉന്മത്തൻ, ഷടൻ, ധൂർത്തൻ, എണ്ണ തേച്ച് നിൽക്കുന്നവൻ, ജപിക്കുന്നവൻ, വഴക്കിട്ടിരിക്കുന്നവൻ, വെള്ളത്തിലായിരിക്കുന്നവൻ, ഭക്ഷണം കൊണ്ടുപോകുന്നവൻ, കിടക്കുന്നവൻ, ഭർതൃഹത്യയ്ക്ക് കാരണമായവൾ, പുഷ്പിണി, പ്രസവിച്ച് കിടക്കുന്നവൾ, വേശ്യ,
ചണ്ഡി എന്നിവരെ ഒരിക്കലും അഭിവാദനം ചെയ്യരുത്. സഭ, യാഗശാല, ക്ഷേത്രം എന്നിവിടങ്ങളിൽ വെച്ച് ചെയ്യുന്ന അഭിവാദനം കൂടുതൽ നല്ലതാണ്. ശ്രാദ്ധം, വ്രതം, ദാനം, ദേവപൂജ, തർപ്പണം എന്നിവ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അഭിവാദനം നിഷിദ്ധമാണ്. അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യാത്തവരെ ശൂദ്രനെ പോലെ കണക്കാക്കി വീണ്ടും അഭിവാദനം ചെയ്യേണ്ടതില്ല. കാല് കഴുകി ആചമനം ചെയ്ത് ഗുരുവിന് അഭിമുഖമായി നിന്ന് പാദവന്ദനം ചെയ്തു വേണം പഠനം തുടങ്ങാൻ. അഷ്ടമി, ചതുർദശി, പ്രതിപദം, പർവണം, ഭരണി, ശ്രാവണമാസത്തിലെ ദ്വാദശി, ഭാദ്രപദ മാസത്തിലെ അവസാന പക്ഷം, ദ്വിതീയ, മാഘമാസ ശുക്ലസപ്തമി, ആശ്വിന നവമി, സൂര്യനിൽ പരിവേഷം കാണുമ്പോൾ, ആചാര്യൻ വീട്ടിൽ വന്നിരിക്കുമ്പോൾ, ബ്രാഹ്മണൻ ബന്ധനസ്ഥനായിരിക്കുമ്പോൾ, കലഹം നടക്കുമ്പോൾ, സന്ധ്യാസമയത്ത്, മേഘഗർജനമുള്ളപ്പോൾ, സമയം തെറ്റി മഴ പെയ്യുമ്പോൾ, ഉൽക്കാഗ്നി പതിക്കുമ്പോൾ, വിപ്രന്മാർക്ക് അപമാനം സംഭവിക്കുമ്പോൾ, മന്വാദികൾ ഇത്രയും ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. മാധവമാസത്തിലെ ശുക്ല തൃതീയ, ഭാദ്രമാസത്തിലെ കൃഷ്ണത്രയോദശി, കാർത്തികയിലെ ശുക്ലനവമി, മാഘത്തിലെ വെളുത്തവാവ് ഈ ദിവസങ്ങളെയാണ് യുഗാരംഭങ്ങളായി കണക്കാക്കിയിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ നടത്തുന്ന ദാനം അക്ഷയമായിരിക്കും. ഇനി മനുവാദികൾ എന്താണെന്ന് പറയാം. ആശ്വിനത്തിലെ ശുക്ലനവമി, കാർത്തികയിലെ ശുക്ലദ്വാദശി, ചൈത്രമാസത്തിലെയും ഭാദ്രപദത്തിലെയും തൃതീയ, ആഷാഢ ശുക്ലദശമി, മാഘസിത സപ്തമി, ശ്രാവണത്തിലെ കൃഷ്ണാഷ്ടമി, ആഷാഢമാസത്തിലെ വെളുത്തവാവ്, ഫാൽഗുനത്തിലെ കറുത്തവാവ്, പൗഷമാസത്തിലെ വെളുത്ത ഏകാദശി, കാർത്തിക, ഫാൽഗുനം, ചൈത്രം, ജ്യേഷ്ഠം എന്നീ മാസങ്ങളിലെ വെളുത്തവാവ് എന്നീ ദിവസങ്ങളാണ് മനുവാദികളെന്ന് പറയുന്നത്. അന്ന് ദാനം ചെയ്താൽ അക്ഷയമായിരിക്കും ഫലം. ബ്രാഹ്മണർ മനുവാദികളിൽ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം. ശ്രാദ്ധത്തിന് ക്ഷണിച്ചിട്ടുള്ളപ്പോഴും സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ നടക്കുമ്പോഴും ഉത്തരായന ദക്ഷിണായനങ്ങളുടെ ആരംഭ സമയത്തും ഭൂകമ്പമുണ്ടാകുമ്പോഴും ജലഗ്രഹത്തിലും ദുർദിനത്തിലും പഠിക്കരുത്. ഇങ്ങനെയുള്ള അനധ്യായാദി ദിവസങ്ങളിൽ പഠിക്കുന്നവരുടെ ബുദ്ധി, ശ്രേയസ്, സമ്പത്ത്, ആയുസ്, ബലം, ആരോഗ്യം എന്നിവയെല്ലാം യമൻ ഇല്ലാതാക്കും. അനധ്യായ ദിവസങ്ങളിൽ അധ്യയനം നടത്തുന്നവൻ ബ്രഹ്മഹന്താവാണ്. അങ്ങനെ ഒരാളുമായി സംഭാഷണം ചെയ്യരുത്, ഒരുമിച്ച് താമസിക്കരുത്. കുണ്ടൻ, ഗോളകൻ, ജഡൻ എന്നിവർക്കും ഉപനയനം ആകാമെന്ന് പറയുന്നുണ്ട്. വേദം പഠിക്കാതിരിക്കുന്നവൻ ശൂദ്രതുല്യനാണ്, നരകത്തിൽ അതിഥിയായി എത്തും. വേദങ്ങൾ പഠിക്കാതെ ആചാരം മാത്രം ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല. നിത്യ നൈമിത്തിക കർമ്മങ്ങളെല്ലാം അവർക്ക് നിഷ്ഫലമാകും. ശബ്ദസ്വരൂപനാണ് വിഷ്ണു. വേദങ്ങൾ വിഷ്ണു തന്നെയാണ്. വേദങ്ങൾ പഠിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാം. ഇതോടുകൂടി 25-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.